എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലാണ്. ശാസ്ത്രീയമായ ഒരുപാട് പുരോഗതികളും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മനുഷ്യജീവിതത്തെ പഴയ കാലഘട്ടങ്ങളെക്കാൾ എത്രയോ ഉന്നതങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് മനുഷ്യരെത്തിപ്പിടിക്കാത്ത മേഖലകളില്ല. വാനലോകങ്ങളുടെയും ശൂന്യാകാശങ്ങളുടെയും അതിർവരമ്പുകളെ മുറിച്ചു കടന്ന് മനുഷ്യൻ ചന്ദ്രലോകത്തും ചൊവ്വയിലും അതിനപ്പുറത്തേക്കും അവന്റെ എടുത്തുചാട്ടങ്ങൾ, അവന്റെ പുരോഗതികൾ അവൻ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ ഒരു പറവയെ പോലെ, ഒരു പറവയേക്കാൾ വേഗതയിൽ പറന്നു നടക്കാൻ ഇന്ന് മനുഷ്യന് സാധിക്കും. കടലിന്റെ അടിത്തട്ടിൽ ഒരു മത്സ്യത്തെ തോൽപ്പിക്കുന്ന വിധത്തിൽ വളരെ വേഗതയിൽ നീന്തിത്തുടിക്കാനും മാസങ്ങളോളം കടലിൽ താമസിക്കാനും ഇന്ന് മനുഷ്യന് കഴിവുണ്ട്. കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജന്തുക്കളെയും മുഴുവൻ ജീവികളെയും തോൽപ്പിക്കുന്ന രീതിയിൽ വേഗതയിൽ ഓടാനും ചാടാനും ഇന്ന് മനുഷ്യൻ ഉപകരണങ്ങളും മനുഷ്യൻ അതിനുള്ള മാർഗങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പറവയേക്കാൾ വേഗതയിൽ ആകാശത്തുകൂടെ പറക്കാനും മത്സ്യത്തെക്കാൾ വേഗതയിൽ കടലിന്റെ മടിത്തട്ടിലൂടെ സഞ്ചരിക്കാനും കഴിയുന്ന മനുഷ്യൻ ഇന്നൊരു മനുഷ്യനായി ജീവിക്കാൻ മറന്നുപോയിരിക്കുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട്, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ മലബാറിലെ ഒരുപാട് ഇസ്ലാമിക പൈതൃകങ്ങളെ കൊണ്ട് സമ്പന്നമായ ഒരുപാട് അഹ്ലു ബൈത്തിന്റെ കുടുംബങ്ങൾ അധിവസിക്കുന്ന പഴയ കാലം മുതലേ ഇസ്ലാമിക ചൈതന്യത്തിന്, ഇസ്ലാമിന്റെ പ്രകാശത്തിന് പേരുകേട്ട കോഴിക്കോട് ജില്ലയിലെ ഒരു കടപ്പുറ പ്രദേശത്ത് ഒരു പാവപ്പെട്ട പിതാവിന്റെ ഇടനെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് ഒരു പാവപ്പെട്ട മാതാവിന്റെ നെടുവീർപ്പുകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ കല്യാണ പന്തലിൽ വെച്ച് ഒരു മുസ്ലിം പെൺകിടാവ് ഒരു ഹൈന്ദവ സഹോദരനോടൊപ്പം, അല്ലെങ്കിൽ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അന്യമതസ്ഥനായ കാമവെറിയന്റെ കൂടെ ഒളിച്ചോടിപ്പോയ, ഇറങ്ങിപ്പോയ വളരെയധികം ദാരുണമായ വാർത്തകൾ കേട്ട് ഞെട്ടിയവരാണ് നമ്മളെല്ലാം. എത്രയോ ദിവസങ്ങളോളം, മാസങ്ങളോളം മറ്റുള്ളവരുടെ കാല് പിടിച്ചും കേണപേക്ഷിച്ചും മറ്റുള്ളവരോട് കടം വാങ്ങിയും തങ്ങളുടെ അഭിമാനം പണയം വെച്ചും തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട പാവപ്പെട്ട മാതാവിനെയും പിതാവിനെയും നെടുവീർപ്പിന്റെയും ദുഃഖങ്ങളുടെയും കയങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പെൺകിടാവിന് ഇറങ്ങിപ്പോവാനുള്ള ധൈര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ അധപ്പതനം എത്രത്തോളം ആഴം നിറഞ്ഞതാണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നാൽക്കാലികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, വന്യമൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യനെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു പോയതിന്റെ പേരിൽ, തന്നെ പ്രേമിക്കാൻ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് മനസ്സില്ലാതെ പോയതിന്റെ പേരിൽ, അവൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വോളിബോൾ കോർട്ടിന്റെ നടുവിൽ വെച്ച് 30ഓളം വിദ്യാർത്ഥിനികളുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ഒരു ചെറുപ്പക്കാരന് ധൈര്യം വരുമ്പോ ഇവരൊക്കെ മനുഷ്യരാണെന്ന് പറയാൻ നമുക്ക് സാധ്യമാണോ? ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് രൂപ ശമ്പളമുള്ള നല്ല സാമ്പത്തിക അടിത്തറയുള്ള വൈറ്റ് കോളർ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വെള്ളക്കോളർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മഹാരാഷ്ട്രയിലെ ബോംബെക്കടുത്ത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ തന്റെ കുടുംബ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി കുടുംബക്കാരെ മുഴുവൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്കെല്ലാം സദ്യ നൽകുകയും അവർക്ക് കുടിക്കാൻ കൊടുത്ത പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി അത് കുടിച്ചു മയങ്ങി വീണ തന്റെ കുടുംബക്കാരെ മുഴുവൻ, തന്റെ ഉപ്പയേത്, ഉമ്മയേത്, സഹോദരനേത്, സഹോദരിയേത്, അവരിൽപ്പെട്ട പിഞ്ചു മക്കളേത് എന്ന് പോലും നോക്കാതെ തന്റെ കുടുംബത്തിൽപ്പെട്ട, തന്റെ രക്തത്തിൽ പിറന്ന, തന്റെ രക്തബന്ധുക്കളായ 15ഓളം ആളുകളെ വളരെ ക്രൂരമായി കഴുത്ത് മുറിച്ചു കൊലപ്പെടുത്താൻ
നമ്മുടെ ചെറുപ്പക്കാർക്ക് ധൈര്യം വരുമ്പോ അവരെ മനുഷ്യരെന്ന് പറയാൻ നമുക്ക് സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? തന്റെ കുടുംബത്തിലെ സ്വത്ത് തട്ടിക്കെടുക്കാൻ വേണ്ടി 80 വയസ്സുള്ള വൃദ്ധയായ വന്യവയോധികയായ തന്റെ മാതാവിനെ ജനങ്ങളെല്ലാവരും നടന്നു പോകുന്ന വഴിവക്കിൽ വെച്ച് ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് പാവപ്പെട്ട 80 വയസ്സുള്ള മാതാവിനെ വളരെ ക്രൂരമായി കടുത്തറുത്ത് കൊലപ്പെടുത്താൻ മുസ്ലിം ചെറുപ്പക്കാർക്ക് ധൈര്യം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമുദായത്തിന്റെ സഞ്ചാരം എങ്ങോട്ടാണ്? നമ്മളിൽ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട സമയമാണ്. പരിശുദ്ധമായ റമദാനിന്റെ സുന്ദരമായ ഒരു ദിവസത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മാതാവിനോട് ഭക്ഷണം ചോദിക്കുമ്പോ മകനെ പേടിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ആ മാതാവിനെ ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ പരിശുദ്ധമായ റമദാനിന്റെ ദിവസത്തിൽ നോമ്പ് നോറ്റ് വിശപ്പ് സഹിച്ചുകൊണ്ട് ക്ഷീണിച്ച വൃദ്ധയായ മാതാവിനെ അടിച്ചും ഇടിച്ചും തൊഴിച്ചും കൊലപ്പെടുത്താൻ മുസ്ലിം ചെറുപ്പക്കാർക്ക് ധൈര്യം വരുമ്പോ അവരെയൊക്കെ മനുഷ്യരെന്ന് പറയാൻ നമുക്ക് സാധ്യമാണോ? അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത്. നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചു പോയ, കണ്ണുണ്ടെങ്കിലും കാണാനുള്ള സന്മനസ്സില്ലാത്ത, കാതുണ്ടെങ്കിലും കേൾക്കാൻ മനസ്സുണ്ടെങ്കിലും ചിന്തിക്കാനുള്ള സന്മനസ്സില്ലാത്ത ഒരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ വിറകാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന്റെ മുഖത്ത് നോക്കി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, അശ്ശബാബു ശുഅബത്തും മിനൽ ജുനൂൻ. യുവത്വം എന്ന് പറയുന്നത് is a kind of madness. അതൊരു തരം ഭ്രാന്താണ്. ഒരു തരം ഭ്രാന്താണ് യുവത്വം. പ്രേമമാണെങ്കിൽ പ്രേമത്തോടുള്ള ഭ്രാന്ത്. കല്യാണ പന്തലിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ആടയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണം അണിഞ്ഞ് തന്റെ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? പ്രേമമാണെങ്കിൽ പ്രേമത്തോടുള്ള ഭ്രാന്ത്. തനിക്ക് നേരത്തിന് കഞ്ചാവ് കിട്ടാത്തതിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചു പോവുകയും അവസാനം മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോ സമയത്തിന് കഞ്ചാവ് ലഭിക്കാതെ പോകുമ്പോ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് കൈകാലിട്ടടിക്കുമ്പോ ഡോക്ടർമാർ അവനെ കട്ടിലിൽ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയിടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ലഹരിയോടുള്ള ഭ്രാന്ത് എന്നല്ലാതെ മറ്റെന്താ നമ്മൾ പറയേണ്ടത്? സ്വന്തം മാതാവിനെ പോലും തന്റെ ഭാര്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് കടുത്തറുത്ത് കൊലപ്പെടുത്താൻ, കുടുംബ സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി, വൃദ്ധയായ മാതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ചെറുപ്പക്കാര് മുന്നോട്ട് വരുമ്പോ അത് സമ്പത്തിനോടുള്ള ഭ്രാന്ത് എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ പറയേണ്ടത്? അശ്ശബാബു ശുഅബത്തും മിനൽ ജുനൂൻ. ഒരു തരം ഭ്രാന്താണ് യുവത്വം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പല സ്കൂളുകളിലും ഫയർവെല്ലുകൾ നടന്നതാണ്. എന്തിനേറെ പറയണം, നമ്മുടെ സ്വന്തം നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത ഒരു അയൽ പ്രദേശത്ത് സ്കൂളിൽ വളരെയധികം സാംസ്കാരിക വിരുദ്ധമായ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അഴിഞ്ഞാടിയപ്പോ അവിടെ രക്ഷിതാക്കളെയും അവിടെയുള്ള അധ്യാപകരെയും രക്ഷപ്പെടുത്താൻ പോലീസ് ഇടപെടേണ്ടി വന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് ഭ്രാന്ത് എന്നല്ലാതെ മറ്റെന്ത് നമ്മൾ പറയണം? ഈ സമുദായത്തിന്റെ സഞ്ചാരം എങ്ങോട്ടാണ്? ഈ സമുദായം അകപ്പെട്ടിരിക്കുന്ന അധപ്പതനത്തിന്റെ അഗാധഗർത്തത്തിന്റെ ആഴം എത്രയാണ്? എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓരോരുത്തരും വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ സമൂഹത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരും മുസ്ലിം സഹോദരിമാരും മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ സമുദായത്തിനൊരു മറുമരുന്ന് നിർദ്ദേശിക്കൽ സമുദായത്തിന്റെ രക്ഷയാഗ്രഹിക്കുന്ന ഓരോ ഗുണകാംക്ഷിക്കും നിർബന്ധമാണ്. ഇന്ന് നമ്മളിപ്പോ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇവിടെ കടന്നു വന്നിട്ടില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ സദസ്സിലെത്തിയിട്ടുള്ളൂ. ഞാൻ ഈ കസേരയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇതാ ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈലൻസറൊക്കെ ഊരിവെച്ച ബൈക്കുകളുമായി ഹോൺ അടിച്ചു പിടിച്ചുകൊണ്ട് കൂക്കി വിളിച്ചുകൊണ്ട് ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റോന്ത് ചുറ്റിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അവരിൽ ഓരോരുത്തരെയും പിടിച്ചു വെച്ചുകൊണ്ട് അവരുടെ പേര് ചോദിച്ചാൽ ഒരൊറ്റ ഹൈന്ദവ സഹോദരൻ അതിലുണ്ടാവില്ല, ഒരൊറ്റ ക്രൈസ്തവ സഹോദരൻ അതിലുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ ഞാൻ മഞ്ചേശ്വരത്തിന്റെ അടുത്തൊരു സ്ഥലത്തായിരുന്നു എനിക്ക് പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് മഹാനായ അതാഉല്ലാ തങ്ങൾ അദ്ദേഹം അവിടെ നടത്തിയ പ്രഭാഷണത്തിൽ
അവിടെ കാസർഗോഡ് ജില്ലയിലെ പോലീസ് മേധാവിയുമായി അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണം, ഒരു വ്യക്തിപരമായ സംഭാഷണം നടത്തിയ വിഷയം അദ്ദേഹം പറയുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ഒരു മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥനുമായി അദ്ദേഹം സംഭാഷണം നടത്തുന്നതിനിടയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെയധികം വ്യസനത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ വർഷം പിറന്നത് മുതൽ അഥവാ ജനുവരി 1 മുതൽ മാർച്ച് 1 വരെയുള്ള കേവലം 2 മാസത്തെ ഇടവേളയിൽ കാസർഗോഡ് ജില്ലയിൽ വെച്ച് പിടിച്ചിട്ടുള്ളത് 25ഓളം കഞ്ചാവിന്റെ കേസുകളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കഞ്ചാവിന്റെ കേസുകളിൽ പ്രതികളായവർ ആരൊക്കെയാണ്? ആ മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥൻ വളരെയധികം വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടി പറയുകയാണ്, 25 കേസുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 25ഉം മുസ്ലിം ചെറുപ്പക്കാരാണ് എന്ന് പറയുമ്പോ ഈ സമുദായം അകപ്പെട്ടിരിക്കുന്ന സാംസ്കാരികമായ അധപ്പതനത്തിന്റെ ആഴവും അതിന്റെ അപകടവും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ സുന്ദരമായി നമ്മോട് പറഞ്ഞു വച്ചിട്ടുള്ളത്, വലൈസ ദിഅബു യഅകുലു ലഹ്മ ദിഅബി വയഅകുലു ബഅളുനാ ബഅളൻ ഇയാനാ നഈബു സമാനനാ വൽഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ കാലഘട്ടത്തെ കുറ്റം പറയുന്നവരാണ്, നമ്മൾ സമയത്തെ കുറ്റം പറയുന്നവരാണ്. ഈ കാലഘട്ടം വളരെ മോശമാണ്, ഈ സമയം വളരെ മോശമാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെ മോശപ്പെട്ടതാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കാലത്തിനല്ല മോശം, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കാണ് മോശം, നമ്മളാണ് മോശപ്പെട്ടു പോയത്. കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മോശം നമ്മൾ ഈ കാലത്ത് ജീവിച്ചു എന്നതാണ്. ഈ കാലഘട്ടത്തിനൊരു മോശമില്ല, കാലഘട്ടത്തിന് എന്തെങ്കിലും ഒരു മോശം ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ജന്മം നൽകി എന്നതാണ്. ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്നതല്ലാതെ കാലഘട്ടത്തിനൊരു മോശവുമില്ല. വലൈസ ദിഅബു യഅകുലു ലഹ്മ ദിഅബി വയഅകുലു ബഅളുനാ ബഅളൻ ഇയാനാ. വേട്ട ജന്തുക്കൾ, മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുന്ന ജന്തുക്കൾ, സിംഹം, കടുവ, ചെന്നായ, പുലി, നരി തുടങ്ങിയ വേട്ടമൃഗങ്ങളെല്ലാം ചെറിയ ചെറിയ മൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നുന്ന ജീവികളാണ്. പക്ഷേ അതിൽപ്പെട്ട ഒരൊറ്റ ജീവിയും തൻ്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു മൃഗത്തെ വേട്ടയാടാറില്ല, മറ്റൊരു മൃഗത്തെ കൊല്ലാറില്ല. ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മാൻപേടയോ ഒരു ആട്ടിൻകുട്ടിയോ ഒരു മുയൽക്കുഞ്ഞോ അതിന്റെ മുമ്പിൽ പെട്ടാൽ ഒരുപക്ഷേ ആ ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ മാൻപേടയെ കൊന്നു തിന്നാൻ സിംഹം മുന്നോട്ട് ചാടിയൊന്നു വരാം. എന്നാൽ ഒരു സിംഹത്തിന്റെ മുമ്പിൽ ആ സിംഹത്തിന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു സിംഹം ചെന്നുപെട്ടാൽ അതിനെ കൊല്ലാനോ അതിനെ കടിച്ചു കീറാനോ അതിനെ കൊന്നു തിന്നാനോ സിംഹം പോലും തയ്യാറാവാറില്ല. മറ്റു ജീവികളെ വേട്ടയാടി പിടിച്ചുകൊണ്ട് ഭക്ഷണമാക്കുന്ന വേട്ട ജന്തുക്കൾ പോലും സ്വന്തം വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ ഒരിക്കലും വേട്ടയാടി തിന്നാറില്ല. എന്നാൽ വയഅകുലു ബഅളുനാ ബഅളൻ ഇയാനാ. എന്നാൽ മനുഷ്യരാവട്ടെ അവരുടെ വർഗത്തിൽപ്പെട്ട മനുഷ്യ ജീവികളെ തന്നെ വേട്ടയാടാൻ മുന്നിട്ടിറങ്ങുകയാണ്. തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാവിനെ, തനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവിനെ 10 മാസം തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടന്ന് മരണത്തിന് തുല്യമായ വേദന സഹിച്ചുകൊണ്ട് തന്നെ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിനെ വീടിന്റെ മൂലയിലേക്ക് ചവിട്ടിക്കൂട്ടാൻ മനുഷ്യന് ധൈര്യം വന്നു കഴിഞ്ഞാൽ അവൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ഖുർആനും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിച്ചു തരികയല്ലേ. ഈ സമുദായത്തിന്റെ മറുമരുന്ന് എന്താ? ഇങ്ങനെ അസാൻമാർഗികമായ പ്രവണതകളിലേക്ക് പാറ്റകളെ പോലെ ഓടിയെടുക്കുന്ന ഈ സമുദായത്തിന്റെ അസാൻമാർഗികമായ സാംസ്കാരിക വിരുദ്ധതയുടെ മറുമരുന്ന് എന്താ? തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ വഹുവ റഅസു ശർരി ഹബായിലാ. സമുദായത്തെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മറുമരുന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? തഖ്വൽ ഇലാഹ്, അല്ലാഹു
അല്ലാഹുവിനോടുള്ള തഖ്വ മാത്രമാണ്. പടച്ചവനോടുള്ള ഭയം നമ്മുടെ ചെറുപ്പക്കാരികളുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ ഈ സമുദായത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ അധപ്പതനത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് കരകയറാൻ സമുദായത്തിന് സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ കാണിക്കണേ. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഒരേ ആയത്തിൽ 2 തവണയാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഒരേ ആയത്തിൽ തന്നെ 2 തവണ അല്ലാഹു തഖ്വയെ ആവർത്തിച്ച് പറയണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ആ തഖ്വയുടെ സമുദായത്തിന്റെ ഏക മറുമരുന്നായ ഈ സമുദായത്തിന്റെ മൃതസഞ്ജീവനിയായ തഖ്വയുടെ പ്രാധാന്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് പഠിച്ചവൻ പരിശുദ്ധമായ ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഓതിവെച്ച ഹദീസും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നദ് ദുനിയ ഹുൽവത്തുൻ ഖദിറാ. ദുനിയാവെന്ന് പറയുന്നത് പച്ച പിടിച്ചു കാണാൻ രസമുള്ള ഹരിതാപമായ നയനാഭിരാമമായ നയനാനന്ദകരമായ വൃക്ഷനിബിഡമായ സസ്യശ്യാമളമായ നല്ല സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ലോകമാണ് ദുനിയാവ്. പക്ഷേ ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് പരസ്പരം മറന്നു, ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് നിന്റെ ജീവിതം പാഴാക്കി കളയാനുള്ളതല്ല. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇവിടെ ഖലീഫയാക്കി നിയോഗിച്ചിരിക്കുകയാണ്. മനുഷ്യ, നിന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യ, നിന്നെ പടച്ചതിന്റെ പിന്നിൽ പ്രത്യേകമായ ചില പ്ലാനിങ്ങുകളും ചില ലക്ഷ്യങ്ങളുമുണ്ട്. അത് അല്ലാഹു തന്നെ പറയുന്നില്ലേ, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. ഈ ലോകത്ത് ഞാൻ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഖലീഫയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തെ, തന്റെ വിലപ്പെട്ട സമയത്തെ ഒരിക്കലും തന്നെ നശിപ്പിച്ചു കളയേണ്ടതല്ല. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പടച്ചവന്റെ പ്രതിനിധിയാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കേണ്ടതാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ തുടർന്ന് കൈഫ തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ. ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അതുപോലെ തന്നെ പെണ്ണിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം എന്താ? فإن أول فتنة بني إسرائيل كانت في النساء. ബനൂ ഇസ്രായേൽ തകർന്നടിഞ്ഞു പോവാനുള്ള കാരണം, ബനൂ ഇസ്രായേൽ സാംസ്കാരിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം അവരിലുള്ള പെണ്ണുങ്ങളായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയോ പിന്നെ സമുദായം അധപ്പതനത്തിലേക്ക് മൂക്കുകുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് നഗരത്തിൽ ഒരു പ്രത്യേകമായ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിവരം കെട്ട ഒരു സിനിമാ നടൻ കടന്നു വന്നപ്പോ അവന്റെ കൂടെ സെൽഫി എടുക്കാനും അവനെ കെട്ടിപ്പിടിച്ചു നിന്ന് ഫോട്ടോ എടുക്കാനും അന്തമില്ലാതായി പോയ സഹോദരിമാർ മനസ്സിലാക്കുക, ബനൂ ഇസ്രായേലിനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞത് സ്ത്രീകളാണ്. എന്നാൽ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് മാത്രമാണ്. ഒരു പെണ്ണ് അവരുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് അവൾ പുറത്തിറങ്ങിയാൽ ഓടുകൂടി സമുദായം അസാൻമാർഗികമായ സാംസ്കാരിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ഇവിടെ നിന്നാണ് മോളെ
തോളിലൊരു വാനിറ്റി ബാഗും തൂക്കി നല്ല അലങ്കാര വസ്ത്രങ്ങൾ ധരിച്ചു ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഭരണങ്ങൾ ധരിച്ചു പുറത്തിറങ്ങാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത്? എവിടെ നിന്നാണ് ആ മാതൃക നിനക്ക് കിട്ടിയത്? അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മാതൃകയാണോ? അത് ദീനിന്റെ മാതൃകയാണോ? അത് ഫാത്തിമ ബീവിയുടെ മാതൃകയാണോ? അത് ആയിഷ ബീവിയുടെ മാതൃകയാണോ? എന്റെ പ്രിയപ്പെട്ട മോളെ, അന്യ പുരുഷന്മാരുടെ കൂടെ ഇടകലർന്ന് ഷോപ്പിംഗ് മാളുകളിലും ടെക്സ്റ്റൈൽസുകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും കടൽ തീരങ്ങളിലും പാർക്കുകളിലും ബീച്ചുകളിലുമെല്ലാം അന്യ പുരുഷന്മാരോടൊപ്പം ഇടകലർന്ന് കൊഞ്ചിക്കുഴഞ്ഞ് പഞ്ചാര വർത്തമാനം പറഞ്ഞ് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മോളെ മനസ്സിലാക്കുക, നിങ്ങളുടെ മാതൃകയാരാ? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ മരണത്തോടടുത്ത സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഫാത്തിമ ബീവി വഫാത്തിനോടടുത്ത സമയത്ത് കരയുകയാണ്. ആരെയാ മാതൃകയാക്കേണ്ടത്? സിനിമയിലും സീരിയലുകളും കാണുന്ന ഏതെങ്കിലും വിവരം കെട്ട തേവിടിച്ചുകളെയും തമ്മാടി പെണ്ണുങ്ങളെയുമാണോ? പരിശുദ്ധമായ ദീനിനു വേണ്ടി തങ്ങളുടെ ജീവനും തങ്ങളുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം സമർപ്പിച്ച ഒരുപാട് മഹിളാരത്നങ്ങളുടെ ചരിത്രം നിന്റെ മുമ്പിൽ തുറന്നു വെച്ച പുസ്തകം പോലെ കിടക്കുമ്പോ എന്തിനാ മോളെ ടിവിയുടെ ബിഗ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ നടിമാരെയും സീരിയലിലെ കണ്ണീർ നായികമാരെയും നീ മാതൃകയാക്കാൻ മുന്നോട്ട് വരുന്നത് എന്തിനാ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്തിനാ മരണസമയത്ത് കരയുന്നത്? അവരോട് ചോദിച്ചു. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, അല്ലയോ ഫാത്തിമ, എന്തിനാ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? അപ്പൊ പറയുന്നു, ഞാൻ കരയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കരയുന്നത് എന്റെ മയ്യത്ത് കട്ടിലിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കുളിപ്പിക്കില്ലേ? എന്നെ കഫൻ ചെയ്യില്ലേ? എന്നെ നിങ്ങൾ കഫൻ പുടവ കൊണ്ട് വളരെ ശക്തമായി വരിഞ്ഞു കെട്ടുകയില്ലേ? ആ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ നീളവും തടിയും എന്റെ ശരീരത്തിന്റെ ഷേപ്പ് പുറത്തുള്ളവർക്ക് കാണാൻ കഴിയുമല്ലോ. ആ രീതിയിൽ വരിഞ്ഞു മുറുക്കിയിട്ടാണല്ലോ സാധാരണ കഫൻ പുടവ കെട്ടാറുള്ളത്. എന്റെ ശരീരത്തിന്റെ നീളവും തടിയും കാണുന്ന രീതിയിൽ വരിഞ്ഞു മുറുക്കി 3 വെള്ള തുണികളുമായി നിങ്ങൾ എന്റെ കഫൻ പുടവ എന്റെ ശരീരത്തിൽ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ മയ്യത്ത് കട്ടിൽ എടുത്തു വെക്കുകയാണ്. ആ മയ്യത്ത് കട്ടിലിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മോളെ നിന്റെ റോൾ മോഡലായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പഠിപ്പിക്കുകയാണ്. എന്തിനാ കരയുന്നത്? മദീനയിലുള്ള മയ്യത്ത് കട്ടിലെന്ന് പറഞ്ഞാൽ 4 ഭാഗത്തേക്കും പലക വെച്ചടിക്കാത്ത കേവലം ഒരു പലക മാത്രമാണ്. അപ്പോ അത് ഇതുപോലെ ഈ ടേബിൾ പോലെ ഒരു പലകയാണ് മയ്യത്ത് കട്ടിൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ മേലൊരു മയ്യത്ത് വെച്ചാൽ ആ മയ്യത്ത് കൊണ്ടുപോകുന്ന 4 ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും മയ്യത്തിനെ കാണാം. ആ രീതിയിലുള്ള മയ്യത്ത് കട്ടിലാണ് അക്കാലഘട്ടങ്ങളിൽ മദീനയിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ആ മയ്യത്ത് കട്ടിലിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്. എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പോ എന്നെ അന്യ പുരുഷന്മാര് നോക്കുകയില്ലേ എന്നോർത്തുകൊണ്ടാ ഞാൻ കരയുന്നത്. മോളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിനക്കൊരു പർദ്ദ വാങ്ങിച്ചു തന്നാൽ, നിനക്കൊരു ചുരിദാർ തുന്നിച്ചു തന്നാൽ, അത് വീണ്ടും ടൈറ്റാക്കാൻ വേണ്ടി, വീണ്ടും ഷെയ്പ്പാക്കാൻ വേണ്ടി ടൈലർ ഷോപ്പിലേക്ക് ഓടുന്ന പെണ്ണെ മനസ്സിലാക്കുക. അതിന് ടൈറ്റ് പോരാ. പർദ്ദ ഇട്ട് കൊടുത്താൽ, പർദ്ദ വാങ്ങിക്കൊടുത്താൽ ടൈറ്റ് പോരാ, പിന്നെയോ അത് ഷെയ്പ്പാക്കാൻ വേണ്ടി വീണ്ടും പോവാണ്. എന്നിട്ട് അതിന്റെ നടുവിലൂടെ വീണ്ടും 2 തുന്നലുകൾ. ശരീരത്തിന്റെ ഷെയ്പ്പ് ശരിയായ രീതിയിൽ അന്യ പുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന മോളെ, നിന്റെ മാതൃകയായ ഫാത്തിമ ബീവിയുടെ ചരിത്രം കാണുക. ഫാത്തിമ ബീവി പറയാൻ, എന്നെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന്റെ ഷെയ്പ്പ് അന്യ പുരുഷന്മാര് കാണുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവിയോട് പറയുന്നു, കരയല്ലേ ഫാത്തിമ, അതിന് നമുക്ക് പരിഹാരം കാണാം.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന മയ്യത്തുകട്ടിൽ 4 ഭാഗത്തും പലക വെച്ചടിച്ച നമ്മുടെ ആധുനിക കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മയ്യത്തുകട്ടിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആ മയ്യത്തുകട്ടിൽ ഫാത്തിമ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾ കരയരുതെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പറയുന്നു, എനിക്ക് സമാധാനമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആ മയ്യത്തുകട്ടിൽ ഉണ്ടാക്കിയിട്ട് എന്നെ കാണിക്കുക, അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനം വരികയുള്ളൂ എന്ന് പ്രിയപ്പെട്ട മോളെ ഫാത്തിമ ബീവി പറയുകയാണ്. അങ്ങനെ മയ്യത്തുകട്ടിൽ ഉണ്ടാക്കിയിട്ട് ഫാത്തിമ ബീവിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഫാത്തിമ നിങ്ങൾക്ക് പോവാനുള്ള മയ്യത്തുകട്ടിൽ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുകയാണ്. എന്തിനാ പുഞ്ചിരിക്കുന്നത്? എന്റെ ശരീരം മറ്റുള്ളവർ കാണില്ലല്ലോ എന്നോർത്തുകൊണ്ടാ പുഞ്ചിരിക്കുന്നത്. നമ്മളോ എന്റെ ശരീരം മറ്റുള്ളവർ കാണുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയാണ് ചെയ്യുന്നത്. മോളെ ഫാത്തിമ ബീവി കടക്കുന്ന ആ സ്വർഗത്തിലെത്താൻ എന്ത് പ്രവർത്തനം ചെയ്തിട്ടെന്താ നമുക്ക് എത്താൻ കഴിയുമോ? അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം 6 മാസത്തെ കാലയളവിൽ ഫാത്തിമ ബീവി ഈ സമയത്തല്ലാതെ മറ്റൊരു സമയത്ത് പോലും പുഞ്ചിരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം ഫാത്തിമ ബീവിയിൽ ചിരി വിടർന്നിട്ടില്ല. 6 മാസത്തില് ഫാത്തിമ ബീവി ചിരിച്ചിട്ടേ ഇല്ല. എപ്പോഴാ ചിരിച്ചത്? തന്റെ മയ്യത്ത് കട്ടിൽ ആളുകൾ കാണാത്ത രീതിയിലുള്ള മയ്യത്ത് കട്ടിലാണല്ലോ എന്നോർത്തപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മാതൃകയാണത്. ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ ഒരു പുരുഷനെ പോലും കവച്ചു വെക്കാൻ അവർക്ക് സാധിക്കുമെന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടില്ലേ? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരിച്ചപ്പോ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു താബിഈയായ പ്രമുഖനെയും കൂട്ടി റാബിയ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോവുകയാണ്. ആ താബിഈയായ പണ്ഡിതന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഇന്നലെ വായിച്ചുള്ള ചരിത്രമായിരുന്നു, ആ പേര് മറന്നുപോയി. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മറ്റൊരു താബിഈയായ പണ്ഡിതനെയും കൂട്ടി മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് റാബിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അല്ലയോ സഹോദരി, നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കണമെന്നുള്ള താല്പര്യമുള്ളയാളാണ്, നിങ്ങളും അതുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വിവാഹ ജീവിതം തുടങ്ങിയാൽ നമുക്ക് രണ്ടുപേർക്കും പരസ്പര സഹകരണത്തോടു കൂടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് പടച്ചവന്റെ പൊരുത്തം നേടാലോ. അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കാനും ഇബാദത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാനും നമ്മൾ തമ്മിൽ ഒരു ദാമ്പത്യ ബന്ധം തുടങ്ങിയാലോ? ആര് ചോദിച്ചു? ഹസൻ റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസരി എന്ന് പറഞ്ഞ ആരാ? താബീങ്ങളുടെ നേതാക്കൾ ആരാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് മഹാനായ മുഹമ്മദ് ബിൻ സീരിൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഒരു ഭാഗം ആളുകൾ, മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം പറയുന്നത് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ സ്വഹാബിമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ള മനുഷ്യനാണ്. മാത്രവുമല്ല, ചെറുപ്പത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ആയിഷ ബീവിയുടെ ശിക്ഷണത്തിൽ വളർന്ന വലിയ മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസരി തങ്ങൾ വളർന്നത് എവിടെ? ആയിഷ ബീവിയുടെ സ്വന്തം വീട്ടിൽ, ആയിഷ ബീവിയുടെ തർബിയത്തിലാണ് വളർന്നത്. അത്രയും വലിയ മഹാനാണ് ഹസൻ ബസരി തങ്ങൾ. അവിടുത്തെ സ്ഥാനത്തിനൊരു കുറവില്ല. പക്ഷേ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട ഹസൻ തങ്ങളെ, നിങ്ങളെ വിവാഹം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ 4 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും ഹസൻ തങ്ങളെ. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹ ദാമ്പത്യ ജീവിതത്തിന് എനിക്ക് സമ്മതമുള്ളൂ. നമുക്കറിയാവുന്ന ചരിത്രമാണ്. അറിയില്ലെങ്കിൽ പറയാം. 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പ്രിയപ്പെട്ട ഹസൻ തങ്ങളെ, നിങ്ങളെ ഞാൻ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതനാണ്, എനിക്ക് സമ്മതമാണ്. അങ്ങനെ അതാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. നമ്മളെല്ലാവരും ഉമ്മയുടെ വയറ്റിൽ 4 മാസം പിന്നിട്ടപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് റൂഹൂദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പറഞ്ഞയച്ചില്ലേ? ആ മലക്കുകൾ ശരീരത്തിലേക്ക് റൂഹൂദിയിട്ട് ഈ ദുനിയാവിൽ നമ്മൾ വന്നാൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ എഴുതിയിട്ടില്ലേ? അവിടെ വെച്ച് അവസാനം എഴുതിയിരിക്കുകയാണ് അശഖീയുൻ അം സഈദ്. ഈ മനുഷ്യൻ ദുനിയാവിലെത്തിക്കഴിഞ്ഞാൽ ഇയാൾ വിജയിയാണോ പരാജയപ്പെട്ടവനാണോ എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. മാതാവിന്റെ വയറ്റിൽ വെച്ച് അള്ളാഹു നമ്മെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വിജയിയാണെങ്കിൽ, നമ്മൾ വിജയിച്ചവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടവനാണെങ്കിൽ പരാജയപ്പെട്ടവൻ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പോ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ചോദിക്കുകയാണ്, എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് എന്നെക്കുറിച്ച് വിജയിയാണോ പരാജയപ്പെട്ടവളാണോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിലേതാണ് ഹസൻ തങ്ങളെ എഴുതി വെച്ചിട്ടുള്ളത്? അത് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഞാൻ വിജയിച്ചവളാണോ, ഞാൻ പരാജയപ്പെട്ടവളാണോ? അത് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹസൻ തങ്ങൾ കൈമലർത്തിക്കൊണ്ട് പറയുന്നു, ഇല്ല ഇല്ല, അത് പറയാൻ എനിക്ക് സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ അറിവിൽ മാത്രമുള്ള കാര്യമാണ്. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ഈ ദുനിയാവിലെ എന്റെ ആയുസ് കഴിയുമ്പോ മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ, എന്റെ റൂഹ് പിടിക്കുമ്പോ ഞാൻ ഈമാനുള്ളവളായിട്ടാണോ മരിക്കുക, അതോ ആഖിബത്ത് മോശമായിട്ടാണോ മരിക്കുക? ഇതിന്റെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോ ഹസൻ തങ്ങൾ വീണ്ടും കൈമലർത്തുന്നു, ഇല്ല, എനിക്കത് പറയാൻ സാധ്യമല്ല. നിങ്ങളുടെ അവസാനത്തെ ആഖിബത്ത് നല്ലതാണോ മോശപ്പെട്ടതാണോ എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു നമ്മുടെ ആഖിബത്തൊക്കെ നന്നാക്കി തരട്ടെ. രണ്ടാമത്തെ ചോദ്യത്തിനും ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തിരിച്ചു വരുമല്ലോ. എൻ്റെ നെഞ്ചത്തേക്ക് മണ്ണുവാരിയിട്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അതാ 2 മലക്കുകൾ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. ആ സമയത്ത് കൃത്യമായ വ്യക്തമായ ഉത്തരം പറയാൻ എനിക്ക് സാധ്യമാണോ? ഹസൻ റളിയല്ലാഹു അൻഹു വീണ്ടും കൈമലർത്തുകയാണ്, എനിക്ക് സാധ്യമല്ല. ഖബറിൽ വെച്ച് എന്താണ് നിങ്ങൾ ഉത്തരം പറയുക എന്ന് നേരത്തെ പറയാൻ എനിക്ക് സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമുള്ള അറിവാണ്. നാലാമതായി ചോദിക്കുകയാണ്, നാളെ മഹ്ശറയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ എല്ലാവരുടെയും ഹിസാബ് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫരീഖുൻ ഫിൽ ജന്നതി വഫരീഖുൻ ഫിസ് സഈർ. ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക്, മറ്റൊരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ കാര്യം തീരുമാനമാക്കുമ്പോ പറയൂ ഹസൻ തങ്ങളെ, ഞാൻ സ്വർഗാവകാശിയാണോ, ഞാൻ നരകാവകാശിയാണോ? ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഹസൻ തങ്ങൾ നാലാമതും കൈമലർത്തി, ഇല്ല ഇല്ല, അതിന്റെ ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല. ഈ സമയത്ത് മഹദിയായ റാബിയ റളിയല്ലാഹു അൻഹാ പറയുകയാണ്, എങ്കിൽ കേട്ടോ പ്രിയപ്പെട്ട ഹസൻ തങ്ങളെ, ഈ 4 ചോദ്യത്തിന്റെ ഉത്തരം ആലോചിച്ചുകൊണ്ട് എനിക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല, എന്റെ തൊണ്ടയിലൂടെ വെള്ളവും ഭക്ഷണവും ഇറങ്ങുന്നില്ല, എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, എനിക്കൊന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഹസൻ തങ്ങളെ, ഈ 4 ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ താങ്കളുമായി ഒരു വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടക്കി അയക്കുകയാണ്. ഇപ്പൊ ആരാ കേമത്തി? ആരാ ഇപ്പൊ കേമത്തിയായത്?
ആണിനെ തോൽപ്പിക്കുന്ന മാതൃകയല്ലേ ഒരു പെണ്ണ് കാണിച്ചത്. അതാണ് പ്രിയപ്പെട്ട മോളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊക്കെ അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. പടച്ചവന്റെ മുമ്പിൽ തഖ്വ കാണിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആഖിറത്തെ ഓർത്തുകൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകൾ, അവരുടെ മാതൃകകൾ പിൻപറ്റി ജീവിക്കാൻ എന്തേ പ്രിയപ്പെട്ട മോളെ, എന്തേ പ്രിയപ്പെട്ട മോനെ നിനക്ക് സമയം ലഭിക്കുന്നില്ല? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, പടച്ചവന്റെ കഠോരമായ ശിക്ഷയെ കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് പേടിച്ചു ഖേദിച്ചുകൊണ്ട് മടങ്ങാൻ അവർക്ക് സമയമായില്ലേ? നമുക്കൊക്കെ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ സമയത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അവസാനം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ റൂഹ് അങ്ങ് പിടിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ പറയുന്നു, റബ്ബിർജിഊ അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് നീ മടക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മരണസമയം അടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് നീ ദുനിയാവിലേക്ക് ഒരു 5 മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണമല്ലാ. ലഅല്ലി അഅ്മലു സ്വാലിഹാ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം തമ്പുരാനേ. മരണത്തിന്റെ സമയത്ത് ഓരോ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവേ ഒരു 5 മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് നീ ആയുസ് കൂട്ടിത്തരുമോ? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ പൊരുത്തത്തിലേക്ക് ചേരാൻ ഞങ്ങൾ ഒരുക്കമാണല്ലാ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ല പറയുന്നു, മരണത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പുലമ്പലുകളല്ല, കേവലം ഒരു വെറും വർത്തമാനം മാത്രമാണ്, അത് പാഴ്വാക്കുകൾ മാത്രമാണ്. അതൊരു വ്യർത്ഥമായ വിഫലമായ പുലമ്പൽ മാത്രമാണ്. അവനെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നികുണ്ഡാരമാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നമ്മുടെ രോഗത്തിന്റെ മറുമരുന്ന്, നമ്മുടെ രോഗത്തിന്റെ ഒറ്റമൂലി, മരിച്ചു കഴിഞ്ഞ നമ്മുടെ ഹൃദയത്തിന്റെ മൃതസഞ്ജീവനി, അത് തഖ്വ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. തസവ്വദു മിനത് തഖ്വാ ഫഇന്നക റാഹിലു വസാരിഅ ഇലൽ ഖൈറാത്തി ഫീമൻ യുസാരിഉ. അല്ലാഹുവിനെ തഖ്വ കാണിച്ചുകൊണ്ട് ജീവിക്കുക. കാരണം തഖ്വ എന്ന് പറയുന്നത് മാത്രമാണ് മനുഷ്യ നിന്റെ സമ്പത്ത്. അതല്ലാത്ത സ്വത്തും മുതലും സമ്പാദ്യവും എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥം നമുക്ക് ലഭിക്കുമ്പോ ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലതു കൈ കൊണ്ട് കിതാബ് ലഭിച്ച ആളുകൾ സന്തോഷത്തോടു കൂടി അത് വായിക്കുകയാണ്. എന്നാൽ ഇടതു കൈ കൊണ്ട് കിതാബ് ലഭിച്ച ആളുകളാവട്ടെ ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയാ, ആ കിതാബൊന്നും എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ എന്നവർ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു, മാ അഗ്നാ അന്നി മാലിയാ, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചവനാണ് ഞാൻ. എന്റെ ജീവിതം മുഴുവനും ചെലവഴിച്ച് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആളുകളുടെ മുമ്പിൽ ഇരന്ന് എത്രയോ നെട്ടോട്ടമോടി ഒരുപാട് ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും ഒരുപാട് ആളുകളെ കബളിപ്പിച്ചും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചവനാണ് ഞാൻ. അതിലൊരു രൂപ പോലും പടച്ചവനെ ഇന്നെന്നെ രക്ഷപ്പെടുത്താനില്ലല്ലോ എന്ന് നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്.
تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى فجر. അല്ലയോ മനുഷ്യ, രാത്രി സമയമായി കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ നീ ജീവിച്ചിരിക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത് മനുഷ്യ? വളരെ സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങിയ എത്രയോ ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർ രാവിലെ അവരുടെ വീട്ടുകാർ വാതിൽ തട്ടി വിളിക്കുമ്പോ അവരെഴുന്നേൽക്കുന്നില്ല, അവരുറക്കം വിട്ടുണരാൻ കൂട്ടാക്കുന്നില്ല. അവസാനം കുലുക്കി വിളിക്കുന്നു, വെള്ളമൊഴിക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. പന്തികേട് തോന്നുമ്പോ താങ്ങിപ്പിടിച്ച് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പക്ഷേ ഡോക്ടർ പറയുന്നു മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയെത്ര മരണങ്ങൾ കണ്ടവരാണ് നമ്മൾ. ഉച്ച സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ ആളുകൾ അസർ നമസ്കാരത്തിന്റെ സമയമാകുമ്പോഴേക്കും മരിച്ചു കിടക്കുകയാണ്. മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറയുന്ന വാക്കുകൾ എത്രത്തോളം അർത്ഥവത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലാ ഫജ്രി. നേരം പുലരുന്നത് വരെ മനുഷ്യ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ നിനക്ക് എന്തുറപ്പാണുള്ളത്? മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ലാ യുസ്തഖറൂന സഅതൻ ലാ യുസ്തഖദമൂന സഅതൻ വലാ യുസ്തഖറൂൻ. ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അല്ലാഹു ഒരുക്കമല്ല.